സമ്മതിദായകർക്ക് എൻ്റെ വിനീത നമസ്കാരം. വലിയ ഒരവസരമാണ് മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ വരുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വലിയ അവസരമാണ് തൃശ്ശൂർ മണ്ഡലത്തിനും കേരളത്തിലെ മറ്റ് 19 മണ്ഡലങ്ങൾക്കും വളരെ വലിയൊരു അവസരമാണ് കൈമാറാൻ പോകുന്നത്. അത് സാധ്യമാകേണ്ട വഴി നിങ്ങളുടെ വിരൽത്തുമ്പുകളിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയമോദി തരുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വോട്ട് ചാർത്തലിൽ മാത്രമാണ് ആ അവസരം പൂർണ്ണമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ കൃത്യമായി കഴിഞ്ഞ 10 വർഷം കേന്ദ്ര ഭരണത്തിന് കീഴിൽ നിങ്ങൾ തെരഞ്ഞെടുത്തു വിട്ട കേരളത്തിലെ 20 MP-മാരും നിർവഹണത്തിൻ്റെ കാര്യത്തിൽ എന്ത് നിലവാരമാണ് കാത്തുസൂക്ഷിക്കാൻ അവർക്ക് സാധിച്ചത്, എന്ത് പുതിയ നിലവാരമാണ് അവർക്ക് വ്യക്തമാക്കാൻ സാധിച്ചത്. ഇതായിരിക്കണം നിങ്ങളുടെ വോട്ട് ചർച്ച. ഇത് തന്നെയാണ് നിങ്ങളുടെ വോട്ട് നിഗമനത്തിൽ നിങ്ങളെ എത്തിക്കേണ്ടത്. അല്ലാതെ കുത്തിത്തിരിപ്പ് വിഷയങ്ങളുമായി വന്ന് നിങ്ങളുടെ വോട്ട് ചിന്തയെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചയുമല്ല. എന്താണ് ഒരു MP ചെയ്യേണ്ടത്? അത് കൃത്യമായി കഴിഞ്ഞ 10 വർഷം 2 പ്രബല പാർട്ടികളിൽ നിന്ന് പോയവർ ചെയ്തോ? അതിനുള്ള മറുപടിയാവണം ഇത്തവണ നിങ്ങളുടെ വോട്ട് നിശ്ചയം. ആ നിശ്ചയത്തിലൂടെ താമര ചിഹ്നത്തിൽ വോട്ട് ചാർത്തി ഈ അവസരം നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ, എനിക്ക് ലഭിക്കുന്ന ആ അവസരം അനുഗ്രഹമായി മാറുകയാണെങ്കിൽ, എനിക്ക് കിട്ടിയ അവസരം നിങ്ങളുടെ ജീവിതങ്ങളിലെ നേട്ടങ്ങളിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് നൽകുമെന്ന് ഉറപ്പ് തരുന്നു. ഈ ഉറപ്പിൽ നിന്ന് പിന്നോട്ടില്ല. 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വോട്ടിന് വേണ്ടി എത്തുമെങ്കിൽ അത് എനിക്ക് വേണ്ടിയായാലും പാർട്ടി നിശ്ചയിക്കുന്ന അടുത്ത പിൻഗാമിക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും എന്നെയും എൻ്റെ രാഷ്ട്രീയ കക്ഷിയും കൈവിടില്ല. ഞാൻ ഒട്ടുമേ നിങ്ങളെയും കൈവിടില്ല. ആ തരത്തിലുള്ള ഉത്തമ ജനപ്രതിനിധി പ്രവർത്തനം ഞാൻ കാഴ്ചവെച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾ ഞാൻ കവർന്നിരിക്കും എന്ന് ഉറച്ച വാക്ക് തരുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം.